നിങ്ങൾ ഇന്ത്യയിൽ കച്ചവടം ചെയ്തോ, നല്ലത്. പക്ഷേ ഇന്ത്യൻ കച്ചവടക്കാരും ബിസിനസ്സുകാരും മാനുഫാക്ചേഴ്സും ശ്രമിക്കേണ്ടത് ഇതിന് ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഗ്ലോബലി നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. കാരണം ഈ സ്പീച്ച് ഏകദേശം 1-1.5 മണിക്കൂറാണ് നീണ്ടു നിന്നത്. അന്നേ എനിക്ക് പിടികിട്ടി ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് ഒരു ബിസിനസ് എന്തുവാണെന്ന് അറിയാം. അതാണ് ഗുജറാത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ നല്ല എന്റർപ്രണേഴ്സാണ്, അവർ നല്ല കച്ചവടക്കാരാണ്. അതുകൊണ്ടാണ് ഗ്ലോബലി അവർ ഭയങ്കര സക്സസ് ആയേക്കുന്നത്. അല്ലാതെ കേരളത്തിൽ എൻ്റെ ഇത് വാർത്ത ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന് എന്നെ തെറി വിളിക്കുന്ന പൊട്ടൻ സംഘപരിവാറുകാരനോട് പറയുകയാണ്, മോദി നല്ല കച്ചവടക്കാരന്, എങ്ങനെ കച്ചവടം നടത്തണം, എങ്ങനെ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഗ്ലോബലി കൊണ്ടുപോയി കച്ചവടം ചെയ്യണം, അതൊന്നും ഒരു ഗുജറാത്തിയെയും പഠിപ്പിച്ചു കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഗുജറാത്തികൾ വലിയ സക്സസ് ആയേക്കുന്നത്. അതാണ് അതിൻ്റെ റീസൺ. അപ്പം ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ ട്രേഡിനെ പറ്റി നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പല ആൾക്കാരും പറഞ്ഞു റെസിപ്രോക്കൽ ടാരിഫ്, അമേരിക്കക്കെതിരെ ടാരിഫ് വേണം, അത് വേണം, ഇത് വേണം, കുടച്ചക്രം വേണം. അതൊക്കെ കൃത്യമായിട്ട് മോദിക്കറിയാതെ എവിടെ ചെന്ന് നിൽക്കുമെന്ന്. കാരണം കയ്യിൽ നിൽക്കാത്ത ഗെയിമാണിത് സംഭവം. കാരണം നമ്മൾ ചൈനയല്ല. ചൈനയ്ക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പം ചൈനയ്ക്കെതിരെയുള്ള ടാരിഫ് വീണ്ടും ഒരു ദിവസം മുമ്പ് അമേരിക്ക വീണ്ടും 90 ദിവസം കൂടെ നീട്ടിക്കൊടുത്തു.